JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 29/12/2025 ഇന്ന് 062/2025 സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷ നടന്നു അല്ലേ. ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു എക്സാം. എത്രയാണ്? 4138 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? അതോ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ എല്ലാവർക്കും മറ്റുള്ളവർക്കൊക്കെ തന്നെ അറിയാൻ കഴിയും. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ എത്ര മാർക്ക് കിട്ടിയാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും, അതുപോലെ തന്നെ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ഇന്നത്തേക്കാണ് പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷ NCA നോട്ടിഫിക്കേഷൻ ആയിരുന്നു അല്ലെ. ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി 062/2025. അപ്പോൾ ഏകദേശം 4138 പേരാണ് കൺഫർമേഷൻ കൊടുത്തതെങ്കിലും ഏകദേശം ഒരു 63-64% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെ പുറത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. രാവിലെ 7 AM to 8:50 AM വരെയായിരുന്നു പരീക്ഷ പൊതുവെ നല്ല എളുപ്പമുള്ള ഒരു പരീക്ഷയായിട്ടാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. കാരണം സാധാരണ ഒരു സിലബസ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പൊതുവെ PSC കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് സ്ട്രെയിൻ എടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യകതയില്ലായിരുന്നു. സാധാരണ നോർമൽ PSC സിലബസ് തന്നെയായിരുന്നു ഈ സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ പൊതുവെ പരീക്ഷയെ സംബന്ധിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ പൊതുവെ കോമൺ ആയിട്ട് വരുന്ന സിലബസ് ആയിരുന്നുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും ചാടിക്കേറി ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ കർപ്പിക്കുന്ന ഒരു സാഹചര്യം, പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതിയ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും നെഗറ്റീവ് വന്നോ എന്ന ഒരു സംശയത്തോടു കൂടി പല ഉദ്യോഗാർത്ഥികളും സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് പരീക്ഷയാണെങ്കിൽ പോലും നമ്മൾ പരീക്ഷയെ ഫേസ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ആ പരീക്ഷാ ഹാളിൽ നമ്മൾ എങ്ങനെയാണോ പരീക്ഷയെ ഫേസ് ചെയ്യുന്നത് അതിനെ ആസ്പദമാക്കിയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ള നമ്മുടെ നിലവാരത്തിൻ്റെ ഉയർച്ച നിശ്ചയിക്കുന്നത്. വളരെ കെയർലെസ് ആയിട്ട് പരീക്ഷയെ ഫേസ് ചെയ്താൽ ആ രീതിയിലായിരിക്കും നമ്മുടെ മാർക്ക് ഉണ്ടാവുക. അപ്പോൾ വളരെ നിഗൂഢമായ, അതായത് കറക്റ്റ് ആയിട്ടുള്ള വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പരീക്ഷയെ ഫേസ് ചെയ്ത് നല്ല ഒരു രീതിയിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് മാർക്കിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പല ഉദ്യോഗാർത്ഥികളും എത്ര വർഷങ്ങളായിട്ട് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പോലും ഇപ്പോഴും നെഗറ്റീവ് മാർക്ക് വരുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. ഇന്നും പല ഉദ്യോഗാർത്ഥികളും എന്നോട് നെഗറ്റീവ് മാർക്ക് വന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മളെപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പരീക്ഷ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഏകദേശം 60 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് പരീക്ഷയുടെ തുടർ നടപടികളൊക്കെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ PSCയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന്. പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നൊരു പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാവരും ചെക്ക് ചെയ്ത് തന്നെ കൃത്യമായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.